ഇന്ന് അത്ഭുതകരമായൊരു സ്വലാത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സ്വലാത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ചൊല്ലുന്നവരുണ്ട്. ഇത് ചൊല്ലിയിട്ട് അനുഭവങ്ങൾ ഉണ്ടായവർ വളരെയധികമുണ്ട്. എത്രയോ ആളുകളുണ്ട്. ഈ വിനീതനോട് തന്നെ പലരും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നേടിയ ഗുണങ്ങൾ നേരിട്ട് പറഞ്ഞതുണ്ട്. എനിക്കും തന്നെ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നതും നാക്കിൽ വളരെ ലളിതമായതും വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ സാധിക്കുന്നതുമായ ഈ സ്വലാത്ത് ചൊല്ലേണ്ടുന്നതിൻ്റെ രൂപവും അത് പ്രധാനമായിട്ട് ചൊല്ലുമ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ചില തെറ്റുകളുണ്ട് ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ. ആ തെറ്റ് തിരുത്തിയിട്ട് വേണം നിങ്ങൾ ചൊല്ലാനെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ചൊല്ലാൻ പറ്റും. പക്ഷേ ഒരു എണ്ണ ഉണ്ട്. ആ എണ്ണ അനുസരിച്ച് ചൊല്ലിയിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്ത് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മാത്രമല്ല ഈ സ്വലാത്തിൻ്റെ അർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ തീർച്ചയായും നമുക്ക് ആത്മാർത്ഥത ഇഖ്ലാസൊക്കെ കിട്ടും. നിങ്ങളൊരു പക്ഷേ ഈ സ്വലാത്ത് സ്ഥിരമായിട്ട് ചൊല്ലുന്നവരായിരിക്കാം. എന്നാലും ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ട് അർത്ഥം ആശയമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ നടക്കാതെ പോയൊരാവശ്യത്തിന് വേണ്ടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂന്ന് ഓർമ്മപ്പെടുത്തണം. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അള്ളാഹു നമുക്ക് വലിയ സലാമത്തും റാഹത്തും ഇസ്സത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ പറയുന്ന സ്വലാത്ത് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്ന് പറയുന്ന സ്വലാത്ത്. ഇവിടെ എന്താ തെറ്റെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി എന്നിങ്ങനെ ചൊല്ലുന്നത് കാണാം. ശരിക്കത് ചൊല്ലുമ്പോൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്നാണ് ചൊല്ലേണ്ടത്. അങ്ങനെയാണ് അത് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്നാണ് ചൊല്ലേണ്ടത്. നിങ്ങളെങ്ങനെ ചൊല്ലാറുള്ളത്? അത് ഏതുപോലെ എന്നറിയോ? സുബ്ഹാനല്ലാഹി വ ബിഹംദി, സുബ്ഹാനല്ലാഹിൽ അളീം വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അവിടെ നമ്മൾ ചൊല്ലൂലേ? അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ വിർദുൽ ലത്തീഫിലൊക്കെ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് ഫസ്റ്റ് ഉണ്ട്. അവിടെ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്നല്ല, സുബ്ഹാനല്ലാഹി വ ബിഹംദി. നിർത്തുമ്പോൾ അങ്ങനെ നിർത്തണ്ട്. ഇനി ഒരാൾ ഇങ്ങനെ കൂട്ടി ഓതാണ്, ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനല്ലാഹി വ ബിഹംദി. ശ്വാസം വിടാതെ ചൊല്ലുമ്പോഴാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് പറയേണ്ടത്. അപ്പോൾ ഇവിടെയും തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്ന് പറയേണ്ടത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. ഇങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടതെന്ന് അറിയിക്കണം. നിങ്ങളെങ്ങനെ ഇതുവരെ ചൊല്ലിയിരുന്നത്? അഹ്ലിഹീന്ന് നീട്ടിയിട്ട് അത് നമ്മൾ കൂട്ടിയുച്ചരിക്കുമ്പോഴാണ് അങ്ങനെ ചൊല്ലേണ്ടത്. നിങ്ങൾക്ക് ഞാനതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ വിഷയങ്ങളും ഇതൊന്നും ഞാൻ അതിൻ്റെ നിയമവശങ്ങളൊന്നും പറയില്ല. ശരിക്കും ചൊല്ലേണ്ട രൂപം എങ്ങനെയാണ്, ചൊല്ലേണ്ടാത്തത് എങ്ങനെയെന്ന് പറഞ്ഞുതരണം. പലരും അറിയാതൊക്കെ അങ്ങനെ ചൊല്ലുന്നതാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അങ്ങനെ ചൊല്ലുക. എന്താണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം? ഇത് ആരുടെ മേലിലുള്ള സ്വലാത്താണ്, ആരുമായി ബന്ധപ്പെട്ട സ്വലാത്താണോ ഒക്കെ നമുക്കറിയാം അല്ലേ? ഈ സ്വലാത്തിൻ്റെ പേരെന്നെന്താ? സ്വലാത്തുൻ നൂർ എന്നും കാണാം, സ്വലാത്തുൽ ഫാത്തിമിയ എന്നും കാണാം അല്ലേ? അങ്ങനെ പല പേരുകൾ ഇതിനുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് അങ്ങനെ പേര് വന്നു? എന്താണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. എന്താണ് അല്ലാഹുമ്മ? അല്ലാഹുവേ, സ്വല്ലി നീ ഗുണം ചെയ്യണേ. ഈ സ്വല്ലി എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എന്ന് പറഞ്ഞ പദത്തിൽ നിന്നാണ്. അപ്പോൾ ഈ സ്വലാത്ത് ഒരുപാടുണ്ട്. നമ്മൾ സൃഷ്ടികളുടെ സ്വലാത്തുണ്ട്, അതേപോലെ തന്നെ മലക്കുകളുടെ സ്വലാത്തുണ്ട്, അള്ളാഹുവിൻ്റെ സ്വലാത്തുണ്ട്. ഇപ്പം ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അള്ളാഹും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ സ്വലാത്ത്, മലക്കിൻ്റെ സ്വലാത്ത് ആയില്ലേ? ഇനി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു, ഓ സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലു. അപ്പോൾ നമ്മുടെ സ്വലാത്ത് അവിടെ തന്നെ 3 സ്വലാത്ത് കാണാം. അപ്പോൾ ഓരോ സ്വലാത്തും വ്യത്യസ്തമായ അർത്ഥം വെച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നോക്കൂ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഗുണം ചെയ്യുന്നതിനാ സ്വലാത്ത് എന്നറിയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ എന്താ? അള്ളാഹ് സ്വലാത്ത് ഇല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവിടെ അർത്ഥം വെക്കുമ്പോൾ തന്നെ ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി, അള്ളാഹു അവൻ്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് വെക്കണം എന്നൊക്കെ നമ്മൾ ഉസ്താദ്മാർ പറയാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അല്ലാഹുമ്മ, അള്ളാഹുവേ, സ്വല്ലി നീ ഗുണം ചെയ്യണേ. അതാണ് എന്താ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, റഹ്മത്ത് ചെയ്യുക, ഗുണം ചെയ്യണേ. അലൻ നൂർ, നൂർ എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും കൂടെയാണ് നൂർ.
നൂറായ, പ്രകാശമായ, ലൈറ്റായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ എന്നാണ് അതിനർത്ഥം. വ അഹ്ലി എന്ന് പറഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലിൻ്റെ മേലിലും, നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അർത്ഥം അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും ഗുണം ചൊരിയണേ, റഹ്മത്ത് ചൊരിയണേ എന്നാണ് അതിനർത്ഥം. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, പുറത്തു കൊടുക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് വരുന്നില്ല, ഇതിൻ്റെ അർത്ഥം ജസ്റ്റ് മനസ്സിലാക്കാം. അല്ലാഹുവേ സൊല്ലി, നീ ഗുണം ചെയ്യണേ, അലൻ നൂർ, നൂറായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നീ ഗുണം ചൊരിയണേ, നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ. വ അഹ്ലി, അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും നീ സ്വലാത്ത് ചൊല്ലണേ എന്നാണ്, ഗുണം ചെയ്യണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവർക്ക്, ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. നൂർ എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണെന്ന് നമുക്കറിയാം. ഇരുളടഞ്ഞ എല്ലാ വിഷയങ്ങളും, അതാണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത. നമുക്ക് മുമ്പിൽ കാണാതെ കിടക്കുന്ന, എന്താണെന്ന് തിരിയാതെ കിടക്കുന്ന, ഇരുളടഞ്ഞു പോയ ഓരോ കാര്യങ്ങളുണ്ടാകും, അടയ്ക്കപ്പെട്ട ഓരോ ഡോറുകളുണ്ടാകും. അതൊക്കെ ഈ പ്രകാശം കൊണ്ടങ്ങ് തുറക്കും. തീർച്ചയാണ് എല്ലാ അന്ധകാരവും ഇല്ലായ്മ ചെയ്ത് നമുക്ക് നല്ല നൂറ് ലഭിക്കാനും ആത്മീയമായ ഉന്നതി ലഭിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും ഈ സ്വലാത്ത് കാരണമാകും. അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഈ സ്വലാത്ത് വർദ്ധിപ്പിച്ചവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിൻ്റെ കഷ്ണം ഖിത്അത്തു കബ്ദ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പല ആളുകളും അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഏത് സ്വലാത്ത്? സ്വലാത്തുൽ ഫാത്തിമിയ, സ്വലാത്തുൻ നൂർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായിലേക്ക് ചേർക്കപ്പെട്ട് പറയപ്പെടുന്ന സ്വലാത്താണ് സ്വലാത്തുൻ നൂർ, സ്വലാത്തുൽ ഫാത്തിമിയ. മഹാനരായ യൂസുഫ് നബഹാനി തങ്ങളെ അവിടുത്തെ അഫ്ളലു സ്വലവാത്തിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ സ്വലാത്ത് ചൊല്ലിയാൽ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞ അനുഭവങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല ഈ സ്വലാത്ത് അത് 1000 തവണ നിത്യവും, ഈ സ്വലാത്ത് പൊതുവിൽ സ്വലാത്ത് 1000 തവണ ആരെങ്കിലും ചൊല്ലി, ഈ സ്വലാത്ത് എളുപ്പമാണല്ലോ ചൊല്ലാണ്, 1000 തവണ സ്വലാത്ത് ചൊല്ലിയാൽ ദിവസവും 1000 തവണ സ്വലാത്ത് ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. നിത്യവും 1000 തവണ ഈ സ്വലാത്ത് എന്നല്ല ഏതു സ്വലാത്ത് ചൊല്ലിയാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിൽ ആരാണോ ആ സ്വലാത്ത് ചൊല്ലുന്നത് അവർക്കുള്ള സ്ഥാനം കാണാതെ മരണപ്പെടുകയില്ല. 1000 തവണ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ വെറുതെ 1000 തവണ ചൊല്ലിത്തീർക്കാൻ കഴിയുമെന്ന് പേടിക്കണ്ട. 5 മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാവുന്നതേ ഉള്ളൂ ഒരു 100 തവണ സ്വലാത്ത്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ. ഓരോരുത്തർ ചൊല്ലുന്നതിൻ്റെ സ്പീഡ് ഇതിനൊക്കെ അപ്പോൾ 1000 തവണ നിത്യവും ചൊല്ലുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടിയേ അല്ല. ഒരു 200 തവണ ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന തീരുമാനിച്ചാൽ ഒരു ദിവസം 1000 തവണ ചൊല്ലാൻ പറ്റും എന്നുള്ളത് ഉറപ്പല്ലേ? ശുദ്ധിയുള്ള സമയത്തും ഇല്ലാത്ത സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലാലോ, എന്ത് നിയ്യത്താണെങ്കിലും ചൊല്ലാലോ. നോക്കൂ, നമ്മൾ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് നമുക്ക് സ്വർഗത്തിലുള്ള സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി അറിഞ്ഞ് മരണപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരനുഗ്രഹമാണത്. ഈമാൻ കിട്ടാതെ മരിക്കൂലല്ലോ, നമ്മൾ ആത്യന്തികമായ ലക്ഷ്യം അതല്ലേ. പിന്നെ ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അമല്, ഏത് കാര്യവും നേടിയെടുക്കുക. അതെങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിത്യമൊക്കെ 1000 സ്വലാത്ത് ഇല്ലാണെങ്കിൽ വളരെ എളുപ്പമാണത്. 1,00,000 സ്വലാത്ത് ചൊല്ലി പൂർത്തീകരിച്ച ഉടനെ നമ്മൾ ചോദിക്കുന്നതെന്തും നൽകപ്പെടും. ഇതെത്രയോ മഹാന്മാർ അനുഭവം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, സ്വലാത്തുൽ ഫാത്തിമിയ, സ്വലാത്തുൻ നൂർ, ഇത് 1,00,000 തവണ ചൊല്ലിയിട്ട് ചോദിച്ചത് ലഭിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. ആത്മാർത്ഥതയോടെ ചൊല്ലിക്കോ. അനുഭവം എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. 1,00,000 തവണ സ്വലാത്തുൻ നൂർ, സ്വലാത്തുൽ ഫാത്തിമിയ പൂർത്തീകരിച്ച് ചോദിക്കുക, അത് നൽകപ്പെടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട്, ഇദൻ യക്ഫീക ഹമ്മദ് ദുനിയാ വഹമ്മൽ ആഖിറ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്.
അപ്പോൾ നമ്മുടെ ദുനിയാവിലുള്ള ആഖിറത്തിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് തീരാത്ത കടങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല. ചൊല്ലിക്കോ മുത്തുനബി തങ്ങളുടെ മേലിൽ മനസ്സറിഞ്ഞ് ഹൃദയശുദ്ധിയോടുകൂടെ സ്വലാത്ത്. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടും. അപ്പോൾ 1,00,000 തവണ സ്വലാത്ത് പൂർത്തീകരിച്ച ഉടനെ ചോദിക്കുക, അത് തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഒരാൾ ഒരു 90,000 കഴിഞ്ഞ് 1,00,000 കൊണ്ട് പൂർത്തീകരിക്കാൻ നിൽക്കുന്ന സമയത്ത് നല്ല റാഹത്തിലൊന്നിരുന്ന് പറ്റുമെങ്കിൽ 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഖിബിലക്ക് മുന്നിട്ട് അതോടുകൂടി അങ്ങ് ആ സ്വലാത്ത് ചൊല്ലി അങ്ങ് പൂർത്തീകരിക്കുക. ഉടനെ ചോദിക്കുക. നമുക്ക് പല കാര്യങ്ങൾ കിട്ടാനുണ്ട്, നടക്കാനുണ്ട്, പ്രതീക്ഷയില്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട്, മക്കളില്ലാത്തവർ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്. മനസ്സറിഞ്ഞൊരിക്കൽ നെയ്യത്താക്കി ചൊല്ലിയോക്ക്, അള്ളാഹ് അത് നൽകുന്നുള്ളത് ഉറപ്പാണ്. ചിലർക്കൊന്നും ഒരു വിശ്വാസം വരില്ല. നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക്, നമ്മൾ എന്താ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് ആലോചിച്ച് നോക്ക്. സൂറത്തുൽ അഹ്സാബിൻ്റെ ആയത്തിൽ അള്ളാഹ് എന്താ പറഞ്ഞ്, ഞാനും മലക്കും സ്വലാത്തിൽ നിന്നുണ്ട് നിങ്ങളും ചൊല്ലി എന്ന് പറഞ്ഞ സ്വലാത്താണ് നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ആ പോയിൻ്റ് ഇങ്ങനെ കറക്റ്റ് മനസ്സിലാക്കണം. ഞാനും മലക്കും സ്വലാത്ത് ഇല്ലെന്നുണ്ട് നിങ്ങളും ചൊല്ലി, ആ സ്വലാത്ത് നമ്മൾ 1,00,000 തവണ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ചോദിക്കുകയാണ്. അള്ളാഹാണ് പറഞ്ഞു ചൊല്ലാൻ. അപ്പോൾ പിന്നെ ഉറപ്പല്ലേ? ഇനി വിശ്വാസം വരാൻ വേറെ എന്തെങ്കിലും വേണോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോ, ഉറപ്പാണ്, കിട്ടുന്നുള്ളത് ഉറപ്പാണ്. പ്രതീക്ഷയോടുകൂടെ ഇരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.